ഹലോ, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇത് ഏകദേശം ഒരു 15 കിലോ ചിക്കനാണ്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. നമ്മുടെ മാമൻ്റെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് പൂജയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വെജിറ്റേറിയൻ ഫുഡായിരുന്നു. അപ്പോൾ മാമൻ പറഞ്ഞു ഇന്നെല്ലാവരും രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ചിക്കനൊക്കെ കൊണ്ടുവന്നു, ബാക്കി അതിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ടാണ് കട്ട് ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതും. അപ്പം അതിനൊരു പ്രത്യേക ഒരു എന്താ പറയുക സുഖമാണല്ലോ. നമ്മൾ ഉത്സവത്തലേന്നും കല്യാണത്തലേന്നൊക്കെ ഇങ്ങനെ എല്ലാവരും ബന്ധുക്കളും കസിൻസും എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണത്. അങ്ങനെ നമ്മളൊരു ഈവനിങ് ഒരു 3-4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഉച്ചയ്ക്ക് വരാൻ പറ്റാത്ത ആൾക്കാരൊക്കെ രാത്രി വരും. അപ്പോൾ അവർക്ക് ഉച്ചക്കത്തെ ചോറും ബാക്കി കറികളൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ രാത്രി എന്താ പറയുക, ചിക്കനും കൂടി ഒന്ന് എക്സ്ട്രാ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചിക്കൻ ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മെയിൻ പാചകക്കാരൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് എന്താ പറയുക, മാമൻ ചോദിച്ചു രതീശ്വരനോട് നമുക്ക് ഇത്ര കിലോ ചിക്കൻ കൊണ്ടുവന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ. അപ്പം ആൾ പറഞ്ഞു അതിനെന്താ നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതിൽ നമ്മൾ എന്താ പറയുക പെട്ടെന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പം രതീശ്വരൻ്റെ ഒരു മേൽനോട്ടത്തിലാണ് ബാക്കി പരിപാടികളൊക്കെ. നമ്മളെല്ലാവരും ഹെൽപ്പേഴ്സാണ്. ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അപ്പം ആദ്യം തന്നെ ആർക്കും ഒരു എതിർപ്പും ഇല്ലായിരുന്നു. നമ്മൾ ചിക്കൻ മുളകിലിട്ടത് വെക്കാമെന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ കാസർഗോഡൊക്കെ നമ്മളെപ്പോഴും കൂടുതലും ചിക്കൻ വാങ്ങിച്ചാൽ ചിക്കൻ മുളകിൽ വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പാർട്സ് ഉണ്ടായിരുന്നു, ചിക്കൻ്റെ പാർട്സൊക്കെ, ലിവറും ഇതൊക്കെ. അപ്പോൾ അത് നമ്മൾ ചിക്കൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടില്ല, നമ്മൾ സെപ്പറേറ്റ് കുക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അത് സെപ്പറേറ്റ് നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി ചിക്കനൊക്കെ നമ്മൾ മുളകിൽ വെക്കാണ് ചെയ്തത്, തേങ്ങയൊന്നും ചേർക്കാതെ. അതാകുമ്പോൾ നമുക്ക് പണിയും എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്, പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്ത് തീരുകയും ചെയ്യും. അധികം തേങ്ങയൊക്കെ ആകുമ്പോൾ ഒരുപാട് തേങ്ങ ചിരയണം, അത് അരക്കണം, ഒരുപാട് ബുദ്ധിമുട്ടല്ലേ. അപ്പം അങ്ങനെ എന്താ പറയുക, ഒരു സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ടേസ്റ്റ്. എല്ലാവരും പറഞ്ഞു അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കുക്ക് ചെയ്തെടുത്ത ആ ഒരു ചിക്കൻ കറി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അതെ ലൈൻ വേണം. കുരുമുളക് പൊടി ഉണ്ടോ? അതിന് കളർ മഷ്റൂം നേടിയിരുന്നത് അത് അതിലായിരുന്നു. മഷ്റൂം മല്ലിച്ചപ്പ് വേണ്ട, മല്ലിച്ചപ്പ് എക്സ്ട്രാ ഭയങ്കര കളറായിട്ടുണ്ടോ?
ചില ബിൽക്കുന്നത് ഇതിന് അത്ര പവർ വന്നത് അല്ല പോയി പോയി ഇപ്പൊ പറഞ്ഞ കൊണ്ടല്ലോ പോയി അതന്നെ ചിക്കൻ മുളകിലിട്ട് പറയാം മുളക് ചിക്കൻ ഇട്ടത് കൊണ്ടാട്ടം ഇത് കൊണ്ടാട്ടന്നെ അല്ല നന്ദിനി പിന്നെ എവിടെ പോകുന്നു ഇപ്പൊ പോകുന്നുണ്ടോ ഞാനൊന്നിടില്ല നോക്കിയേ വേണ്ടോ കറിയപ്പ കറിയപ്പിന്റെ കുറവ് കൂട്ടിട്ടേ ഇല്ല അല്ല കറിയ കുറവുണ്ട്